ഇനി ഇത് സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ മാത്രമല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്, ഓൺലൈനിലാണെന്ന് എനിക്ക് തോന്നുന്നു, മാതൃഭൂമിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്റർവ്യൂവിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന അവരും 3-4 സർവേകൾ നടത്തിയിട്ടുണ്ട് കേരളം മൊത്തം. ആ സർവേകൾ നടത്തിയതിൽ അവരുടെ പെർഫോമൻസ് അവർ പറയുന്നില്ല കേട്ടോ. അവരുടെ പെർഫോമൻസ് അവരൊന്നും പറയുന്നില്ല. അപ്പൊ അവരുടെ പെർഫോമൻസ് പറയുന്നില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ബെറ്റ് വെക്കാനുണ്ടോ? കാരണം UDF 65 സീറ്റിനപ്പുറം പോകില്ലെന്നാണ്. ഓക്കെ, ഇനി 65 സീറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്ന അടുത്ത വാചകം എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ശതമാനം സീറ്റുകൾ ആർക്കായിരിക്കും? മുസ്ലിം ലീഗിനായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി അടക്കം സമ്മതിക്കുന്നുണ്ട് 20-25 സീറ്റുകൾ വരെ, 22 സീറ്റുകൾ വരെ എന്തായാലും മുസ്ലിം ലീഗിന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ താങ്കൾ അറിയേണ്ടത് അത്തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ തുറന്നു പറഞ്ഞതിന് ശേഷം പറയുന്നത് ഇനി 65 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും UDF-നാണെന്ന് പറഞ്ഞാലും കോൺഗ്രസിനാണെന്ന് പറഞ്ഞാലും കോൺഗ്രസിന് എത്ര കിട്ടും? കൂടി വന്നാലും 30-32 സീറ്റുകളാണ് കിട്ടാൻ പോണ. അപ്പൊ 2-3 സീറ്റ് എന്താണെങ്കിലും ജോസഫ് ഗ്രൂപ്പിന് എന്ത് ചെയ്യും? കിട്ടും. ജോസഫ് ഗ്രൂപ്പ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ജയിച്ചേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് കേരളത്തിലുള്ളത് എന്നാണ് കൃത്യമായി കനകോലുവിന്റെ ആ റിപ്പോർട്ടും ഞാൻ ഏതാണ്ട് ഒരു 4 ആവർത്തി ഇതിന്റെ ചാനലും ഒക്കെ വായിക്കുകയും ഞാൻ മറ്റു നിരവധി പേരോടൊക്കെ സംസാരിക്കുകയും ചെയ്തു. ആ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷകൾ ഏതാണ്ട് കുറഞ്ഞു വരുന്നു എന്നാണ്.